വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ സരതംബയേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. മഹാഗുരുവിൻ്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞയാഴ്ച നമ്മൾ സദാശിവ ദർശനത്തിൻ്റെ 2ാമത്തെ ശ്ലോകമാണ് അർത്ഥവ്യാഖ്യാനത്തിനും മനനത്തിനുമായി എടുത്തത്. ഇന്ന് 3ാം ശ്ലോകത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഒരു തത്വപ്രകാശനം നടത്തി. 1ാമത്തെ ശ്ലോകത്തിൽ ഇതാരാണ്, ആരെയാണ് ഭജിക്കുന്നത്, എന്തിനാണ് ഭജിക്കുന്നത്, എങ്ങനെ ഭജിക്കുന്നു എന്ന് പറയുന്നു. 2ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഭജനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴാണ് കഥ തുടങ്ങുന്നത്. ആദ്യം 3ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. അരം തിളച്ചു പൊങ്ങുമാടലാഴി നീന്തിയേറിയക്കര കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സുക്തി കണ്ടു കണ്ടിരന്നു നിന്നിടുന്നിത് മുടിക്കു ചൂടുമീശനേ. അതാണ് 3ാമത്തെ ശ്ലോകം. അതായത് അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തിയേറി അക്കരെ കടന്ന് കണ്ട പോതഴിഞ്ഞ് ഒഴിഞ്ഞു നിന്ന നീ ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് കണ്ട് ഇരന്നു നിന്നിടുന്നിതൻ മുടിക്കു ചൂടുമീശനെ. ഇനി വാക്കുകളുടെ അർത്ഥത്തിലേക്ക് കടക്കാം. അരം എന്ന് പറഞ്ഞാൽ വിദ്വേഷം, വിദ്വേഷം കൊണ്ടുള്ള നാശം. തിളച്ചു പൊങ്ങും, കലങ്ങി മറിയുന്ന. ആടലാഴി എന്ന് പറഞ്ഞാൽ ദുഃഖക്കടൽ. നീന്തിയേറി, നീന്തിക്കയറി. അക്കരെ കടന്ന്, ശരീരചിന്ത വിട്ട് അല്ലെങ്കിൽ ജഡബോധം വിട്ട്. പോത്, പൊത്ത് അല്ലെങ്കിൽ കര. കണ്ട പോത്, കണ്ട കര. ഇവിടെ ഹൃദയകുഹരം എന്നാണ് അർത്ഥം. അഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ, സംസാരബന്ധമെല്ലാം പോയി മുക്തനായിട്ട് നിന്ന നീ. ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്ന, ചുറ്റിലും സർവത്ര വ്യക്തത വരുത്തിത്തരുന്ന. സൂക്തി കണ്ട് കണ്ട്, ജ്ഞാനം അനുഭവിച്ചനുഭവിച്ച്. എൻ മുടിക്കു ചൂടുമീശനെ, ഞാൻ സർവത്ര തലകുനിച്ച് വണങ്ങുന്ന ഭഗവാനെ, എൻ്റെ സർവാധികാരിയായ തമ്പുരാനെ. ഇരന്നു നിന്നിടുന്നു, അപേക്ഷിച്ച് നിൽക്കുക അല്ലെങ്കിൽ ആശ്രയിച്ച് നിൽക്കുക. ഇത്രയുമാണ് വാക്കുകളുടെ അർത്ഥം. ഇവിടെ 3ാമത്തെ ശ്ലോകവും ദൈവദശകവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും. രണ്ടിലെയും തത്വം ഒന്ന് തന്നെയാണ് എന്ന്. ഉദാഹരണത്തിന് ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻപദം. ഇവിടെ ദൈവം നമുക്ക് എങ്ങനെയുള്ള ആളാണ്? നമ്മുടെ നാവികനും നമ്മുടെ കപ്പലുമാണ്. അവൻ എന്ത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും? അവൻ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ കൈ പിടിച്ച് ആ കപ്പലിലേക്ക് കയറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇനി എന്താണ് പ്രാർത്ഥനയുടെ ലക്ഷ്യവും അർത്ഥവും? അതുപോലെ ആരാണ് ദൈവം എന്നൊക്കെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വിശദീകരിച്ചു. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇവിടെ പറയുന്നത് ദൈവത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. അത് എങ്ങനെ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ കാഴ്ചകൾ, കേൾവികൾ തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങളെ തൊട്ടെണ്ണി ഒടുക്കിയിട്ട് അവസാനം ദൃക്ക് മാത്രമുണ്ടാകും. അപ്പോൾ ദൃശ്യം ഇല്ലാതെയാകുന്നു. ആ സമയത്ത് ദൃക്ക് പരമമായ ജ്യോതിസിലേക്ക് അല്ലെങ്കിൽ പരമമായ ബോധത്തിലേക്ക് അലിയാനായി ആഗ്രഹിക്കുന്നു. 3ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ എന്തിനാണ് ഞാൻ ഈ പരമമായ ശക്തിയെ ആശ്രയിക്കുന്നത്? ബാഹ്യജീവിതത്തിൽ ഞാനും ഈ ശക്തിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് അന്നത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ബാഹ്യജീവിതവുമായി ദൈവത്തെ ബന്ധപ്പെടുത്തിയത്. നമ്മുടെ ബാഹ്യജീവിതത്തിൽ അന്നവും വസ്ത്രവും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ 2 ഈ അന്നവും വസ്ത്രവും തരുന്ന തമ്പുരാൻ ദൈവം തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ ബാഹ്യജീവിതവും ദൈവവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ദൈവം തമ്പുരാൻ ആണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പിന്നീട് തത്വവിചാരങ്ങളുടെ ഉള്ളിലേക്ക് പോയത്. അതേ തത്വം തന്നെയാണ് ഇവിടെ സദാശിവ ദർശനത്തിലും ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്.
ആദ്യമായി ഈ ശിവൻ ആരാണ്, ശിവൻ്റെ തത്വം എന്താണ് എന്നുള്ള ആശയം നമുക്ക് തന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ നെക്കി നക്കിടുന്നവനാണ്. അതായത് നക്കി അവനിലേക്കു തന്നെ ചേർക്കുന്നവനാണ്. അവൻ്റെ ഒരിടത്തും അമംഗളങ്ങൾ ഒന്നുമില്ല. അവൻ ശിവസ്വരൂപമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ അവനിലേക്ക് നമ്മെ ചേർക്കുന്ന മാർഗം എന്താണെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന സ്വരൂപം എന്താണെന്ന് കാണിച്ചു തന്നു. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് നാം ശിവനിലേക്ക് പോകുന്നത്, അതിനുള്ള പ്രേരണ എന്താണ് എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും ഒരു പ്രേരണയുണ്ട്. പ്രേരണയില്ലാതെ ഒരു കർമ്മവും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. ഇവിടെ ശിവനിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ നൽകുകയാണ്. ഒരു നിവൃത്തിയില്ലായ്മയാണ് മനുഷ്യനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. മറ്റൊന്നിലും സുഖം കണ്ടെത്താനാവാതെ വരുമ്പോൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയാതെ വരുമ്പോൾ, അവർ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചോ ശാസ്ത്രം ഉപയോഗിച്ചോ ബലം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ധനം ഉപയോഗിച്ചോ അവനെ കവർന്നെടുക്കാൻ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എല്ലാ മനുഷ്യരും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചിട്ട് യാതൊരു ഫലവും കിട്ടാതെ നിസ്സഹായനായിട്ട് തീരുമ്പോഴാണ് ദ സുപ്രീം സോഴ്സ്, ആ ഉന്നതമായ അല്ലെങ്കിൽ ആ പരമമായ പദം ഏതാണ് എന്ന് തിരിച്ചറിയുന്നതും അതിനെ ആശ്രയിക്കാമെന്ന് ചിന്തിക്കുന്നതും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഭക്തിയുടെ പ്രയാണവും. ആദ്യം അവൻ അവൻ്റേതായ രീതിയിൽ അവൻ നേരിടുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കും. അതിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് നോക്കാം, പറ്റിയില്ലെങ്കിൽ സംഘബലം ഉപയോഗിച്ച് നോക്കാം, അതുമല്ലെങ്കിൽ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ നോക്കാം. ഇവയെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ഇതിനെല്ലാം ആധാരമായി ഒരു നാഥനുണ്ടല്ലോ, അവിടെ ചെന്ന് പറയാമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തി അതിൻ്റെ കാതലായിട്ട് ഉണർന്ന് ഉയർന്ന് ഒരു മനുഷ്യനിൽ ഉണ്ടായി വരുന്നത് അവൻ്റെ നിവൃത്തികേടിൽ നിന്നാണ്. ആ നിവൃത്തികേടിനെ ബോധിപ്പിച്ച് തരികയാണ് അരം തിളച്ചു പൊങ്ങും ആടലാഴി. എന്താണ് അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാരണം? അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആടലാഴിയാണ്. അരം തിളച്ചു പൊങ്ങുന്ന ഒരു ആടലാഴി. ആടലാഴിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഒരു സാധകനെ ശിവനിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന കാരണം. അതുതന്നെയാണ് നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻപദം എന്ന് ഭഗവാൻ ദൈവദശകത്തിൽ പറയുന്നതും. ഇവിടെ അരം തിളച്ചു പൊങ്ങുമാടലാഴി എന്ന് പറഞ്ഞിരിക്കുന്നു. അരം എന്ന് പറഞ്ഞാൽ വിദ്വേഷമാണ്. ഈ ജഗത്ത് മുഴുവനും വിദ്വേഷം തിളച്ചു മറിയുകയാണ്. അത് പലതരത്തിലാകാം. ചില വ്യക്തികളോടാകാം, സാഹചര്യങ്ങളോടാകാം, പ്രസ്ഥാനങ്ങളോടാകാം, സമൂഹത്തോടാകാം, സർക്കാരിനോടാകാം. അതായത് നമുക്ക് പ്രതികൂലമായ കാര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് അതിൻ്റെ കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മൾ വിദ്വേഷം പ്രകടിപ്പിക്കും. ഇങ്ങനെയുള്ള വിദ്വേഷം തിളച്ചു പൊങ്ങിയിട്ട് അത് വലിയ നാശം വിതയ്ക്കുന്ന വലിയ സമുദ്രം പോലെ പെരുകും. അങ്ങനെ പെരുകിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നീന്തിക്കടക്കുക എന്നുള്ളതാണ് പ്രധാന മാർഗം. പക്ഷേ എങ്ങനെ നീന്തണം, എങ്ങോട്ട് നീന്തണം എന്നുള്ളതാണ് വിഷയം. കടല് പോലെ ആഴവും പരപ്പും നിറഞ്ഞ ജലാശയത്തിൽ കിടന്ന് നീന്തിയിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ എങ്ങോട്ട് നീന്തണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുറത്തേക്ക് നീന്തിയാൽ ഈ ആടലാഴി ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. മരിക്കുന്നത് വരെ ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കാം. ആത്മാവിങ്ങനെ കറങ്ങിക്കൊണ്ടും ഇരിക്കും. വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും അരം തിളച്ചു പൊങ്ങുന്ന ആടലാഴിയിൽ നീന്തിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അകത്തേക്ക് നീന്തുക. അതായത് സ്വന്തം ഉള്ളിലേക്ക് നീന്തുക. അവിടെ ഒരു കരയുണ്ട്. ഉള്ളിലേക്ക് നീന്തിയാൽ കരയുണ്ട്, പുറത്തേക്ക് നീന്തിയാൽ കരയില്ല എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യജീവിതത്തിൽ നീന്തിക്കഴിഞ്ഞെന്നാൽ ഒരിക്കലും കരയിലെത്തുവാൻ സാധിക്കില്ല. അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവുകയില്ല എന്നർത്ഥം. പ്രശ്നങ്ങളുടെ സമുദ്രം നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ, അത് വിദ്വേഷത്തിൻ്റെ സമുദ്രമായി മാറുമ്പോൾ നമ്മൾ അകത്തേക്ക് നീന്തുക. അകത്ത് ഒരു കരയുണ്ട്. ആ കരയുടെ പേരാണ് ഹൃദയകുഹരം, ഹൃദ്ചക്രം എന്നും പറയാം. ഇവിടം ജീവാത്മാവിൻ്റെ ഇരിപ്പിടമാണ്. അത് കൂമ്പിയ ഒരു താമരമുട്ട് പോലെ താഴോട്ടിരിക്കുന്ന ഒരു ഗുഹയാണ്. അപ്പോൾ നമ്മളെ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ
കുഹരത്തിലേക്ക് നീന്തുക. അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഇതാണ് ആത്മീയതയുടെ ആവശ്യം, ആത്മജ്ഞാനത്തിൻ്റെ ആവശ്യം. ഇതിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ദുഃഖനിവാരണം ഒരിക്കലും ഉണ്ടാവുകയില്ല. കുഹരത്തിലേക്ക് നീന്തിച്ചെന്നാൽ അതാണ് ആടലാഴി നീന്തിയേറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദുഃഖക്കടൽ നീന്തി അക്കരെ കടന്ന് ഇക്കരെ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരീരമുള്ളത്. അക്കരെ ചെന്നാൽ നമുക്ക് ശരീരമില്ല. ഈ ശരീരം സമുദ്രത്തിൽ ലയിച്ചുപോയി, അതായത് ആത്മാവിൽ ലയിച്ചുപോയി. പിന്നെ ആത്മാവ് മാത്രമാണ് അവിടെ ഉള്ളത്. ആത്മാവാണ് നീന്തി അക്കരെ കടക്കുന്നത്. അതായത് ശരീരചിന്ത വിട്ട് ജീവാത്മാവ് ഇരിക്കുന്ന കുഹരത്തിലേക്ക്, അതിനാണ് കണ്ഠപോത എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഹരത്തിലേക്ക് ചെന്ന് ചേർന്നപ്പോൾ അവിടെ വെച്ച് ശിവനെ കാണുകയാണ്. അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ എല്ലാവിധത്തിലുള്ള കർമ്മബന്ധങ്ങളിൽ നിന്നും അഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് അവൻ, അതായത് ശിവൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കുഹരത്തിലിരിക്കുന്ന ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവനാണ് ജീവാത്മാവ്, അല്ലെങ്കിൽ ജീവബോധം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവനെയാണ് ദുഃഖക്കടൽ നീന്തിക്കയറിയപ്പോൾ കണ്ടത്. എൻ്റെ കുഹരത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്നിലെ ഞാൻ എന്ന ബോധം അവിടെയെല്ലാം അഴിഞ്ഞൊഴിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഞാൻ കണ്ണാടിയിൽ എന്ന പോലെ എന്നെ തന്നെ കണ്ടു. അതായത് കുഹരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ തന്നെ ദർശിക്കുന്നു. ആ ദർശനത്തിൽ മനസ്സിലാകും നമ്മെ ബാധിച്ചിരിക്കുന്ന സുഖ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ ഇവ ഒന്നും ഈ ജീവാത്മാവിനെ ബാധിക്കുന്നതേയില്ല എന്ന്. ആ ബോധ്യം വരുമ്പോൾ ഈ ജീവസ്വരൂപം പ്രകാശിക്കാൻ തുടങ്ങും. ആ പ്രകാശത്തിൽ സർവവും വ്യക്തമാകും. നാം ദൈവത്തിൻ്റെ തന്നെ അംശമാണ് എന്ന ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആ ബോധം ഉണ്ടാകുന്നത് ഹൃച്ചക്രത്തിൽ എത്തുമ്പോൾ മാത്രമാണ്. അങ്ങനെ ജീവബോധത്തെ പരമബോധത്തിൽ ലയിപ്പിച്ച് പൂർണ്ണ സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് ആ അവസ്ഥ. അപ്പോൾ നമ്മൾ ആരാണ് എന്ന ബോധം കിട്ടും. ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്ന അവൻ സർവത്ര വ്യക്തത വരുത്തി തരുന്നു. അപ്പോൾ ദൈവവചനം അല്ലെങ്കിൽ ആ വാക്ക്, ഇവിടെ സൂക്തി എന്ന പദം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ സൂക്തി നമുക്ക് കേൾക്കാൻ തുടങ്ങും. ആ സൂക്തി കണ്ട് അല്ലെങ്കിൽ ദർശിച്ചിട്ട് ആ ജ്ഞാനം അനുഭവിച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനോടും വിരക്തി ഉണ്ടാകും. പിന്നെ ഒന്നേ നമ്മിൽ ബാക്കിയാവുകയുള്ളൂ, മോക്ഷം. അത് ഇരന്നിരന്ന് വാങ്ങിക്കുക, അവൻ്റെ കാൽ പിടിക്കുക, ശിവൻ്റെ കാൽ പിടിക്കുക. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തോട് നമുക്ക് ഒരു വിധേയത്വം ഉണ്ടാകണം. എൻ മുടിക്കു ചൂടുമീശനെ, ഞാൻ സർവത്ര തലകുനിച്ച് വണങ്ങുന്ന അവിടുന്ന് എൻ്റെ ബോധമണ്ഡലത്തിൽ തന്നെ ഇരുന്ന് അവിടത്തോട് ലയിപ്പിച്ച് മോക്ഷം തരണേ പരമേശ്വര ഭഗവാനെ, എന്നെ പൂർണ്ണമായും അവിടത്തോട് ചേർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ 3-ാം ശ്ലോകത്തിൽ കൂടി ഭക്തൻ ചെയ്യുന്നത്. 3-ാം ശ്ലോകത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഞായറാഴ്ച വീണ്ടും 4-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനവുമായി വോയിസ് ഓഫ് ഗുരു നിങ്ങളുടെ മുന്നിലെത്തുന്നു. നമസ്തേ.